ഹലോ ഹലോ ഗായ്സ്. ഗായ്സ്. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അതെ, പിന്നെ നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് കുറെ നാളായി. നമ്മളിപ്പം കുറെ വ്ലോഗൊക്കെ ആയിട്ടായിരുന്നു ഇടുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോ ഇങ്ങനെ നമ്മൾ എന്താ ഇരിക്കുന്നതിന്റെ കാരണം ഫോട്ടോ റിയാക്ഷൻ, നമ്മുടെ ഓൾഡ് ഫോട്ടോ റിയാക്ഷൻ ആണ്. ഇതിട്ടിട്ട് നിങ്ങളുടെ റിയാക്ഷൻ കണ്ടിട്ട് ഇനി നമുക്ക് അടുത്ത കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ പണ്ടോട്ടെ പറയുന്നു, നമ്മൾ തുടങ്ങിയ സമയം തൊട്ട് എല്ലാരും പറയുന്നുണ്ട് നിങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ കാണിക്കുവോ, പണ്ടത്തെ ഫോട്ടോയുടെ റിയാക്ഷൻ ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും ഞങ്ങൾ കുറച്ചു പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ഫോട്ടോ ഇനി ഉണ്ട് കേട്ടോ, പക്ഷെ ഇപ്പൊ കിട്ടി കുറെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫോട്ടോ റിയാക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ എടുത്ത് കാണാൻ മാക്സിമം. ഈ പണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും നമ്മുടെ വീഡിയോ ഒന്നും കാണുന്നില്ല, കമന്റ് ചെയ്യുന്നില്ല. എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? നമ്മള് കഷ്ടപ്പെട്ട് മറ്റേ ഓണം വ്ലോഗ് ഒക്കെ നമ്മളുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലേക്ക് കാണിക്കാനായിട്ട് നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു 230 രൂപ കൊടുത്ത് കലം വാങ്ങിച്ചു. ബോറടിപ്പിക്കുന്നത്, നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഫോട്ടോ ആയിട്ടല്ല, ഞങ്ങളുടെ ഫസ്റ്റ് കപ്പിളായിട്ട് എടുത്ത്, അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള സാധാരണ സെൽഫി എടുക്കുന്നത് ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇത്. ശരിക്കും ഞാൻ കരഞ്ഞൊക്കെ ഇരിക്കുന്നതാ അല്ലേ? അല്ല, ഞാൻ കരഞ്ഞിട്ടൊക്കെയാ വരുന്നത് കുഞ്ഞാ. എവിടെ? ഇവൻ പിറ്റേ ദിവസം ഇവൻ കോളേജിൽ പോവായിരുന്നു. പിറ്റേ ദിവസം അപ്പൊ ഒരുങ്ങി നിക്കുക, കണ്ണാപ്പി പാൻ്റൊക്കെ ഇട്ട്. യദോകൃഷ്ണക്ക് ഞാൻ ചുരിദാർ ഇടുന്നതായിരുന്നു ഇഷ്ടം, അതിപ്പോഴും ചുരിദാർ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം കുലസ്ത്രീ പോകുന്നതിന്റെ ഇതില് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കനാലുണ്ട്, കനാലിൽ കൂടെ വേണം തയ്യക്കാരി ചേച്ചിയുടെ അടുത്ത് പോകാൻ. അപ്പൊ ഞാനൊരു തുണി തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആ കനാലിൽ കൂടെ പോയി. അപ്പൊ യദുകൃഷ്ണ വന്നിട്ട് യദുകൃഷ്ണനെ കണ്ടു. എന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ ഫോട്ടോ എടുത്ത്, അരുൺ ചേട്ടൻ, നമ്മുടെ പാനിപൂരി ചലഞ്ചിനകത്തെ അരുൺ ചേട്ടൻ എടുത്ത ഫോട്ടോയാണ്. നല്ല ഞങ്ങൾ ഫസ്റ്റ് ആയിട്ടുള്ള ഹഗ് അന്നായിരുന്നു. ഫസ്റ്റ് ആയിട്ട് ഹഗ് ചെയ്തത് അന്നായിരുന്നു. പോകുന്നതിന് മുന്നേ കിസ് ഒക്കെ ചെയ്തിട്ട്. കിസ് ഒന്നും ചെയ്തില്ല. കിസ് ചെയ്തില്ലേ? ഇല്ല, കിസ് ഒന്നും ചെയ്തില്ല. കിസ് ഒന്നും ചെയ്തില്ല. അപ്പൊ അത് ഇത് ഇപ്പൊ ഓണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഞങ്ങളുടെ 2018 തോന്നുന്നു, 19 ഇങ്ങനെ കാണിക്കണം വേണ്ടല്ലോ, അല്ലാതെ കാണിക്കലല്ലേ. ഇത് എന്നത്തെ 2019 തോന്നുന്നു ഓണത്തിന്റെ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂമ്മ അടുത്ത് പോകാനായിട്ട് ഒരുങ്ങി നിക്കുക. ഏതമ്മൂമ്മ എടുക്ക്? സാവിത്രിയമ്മ അടുത്ത്. ആണോ? സാവിത്രിയമ്മ അടുത്ത്. എനിക്കൊന്ന് സാവിത്രിയമ്മയുടെ ലാസ്റ്റ് ഓണമാണെന്ന് തോന്നുന്നത്. അമ്മയുടെ അമ്മ മരിച്ചു പോകുന്ന ലാസ്റ്റ് ഓണമായിരുന്നു. അതിന് ഒരുങ്ങി നിൽക്കുക. അതിന് മുന്നേ കുഞ്ഞിനെ കണ്ട്. ഇത് ഞങ്ങൾ കാണുന്നത് എൻ്റെ വീടിന്റെ ഒരു കുറച്ച് ഒരു 100 മീറ്റർ അപ്പുറത്ത്, അതായത് എന്റെ ബാക്കിലത്തെ വീട്ടിന്റെ അതിലേക്കൂടെ ഗേറ്റ് കടന്ന് പോകുന്നു. അവിടെ ആയിരുന്നു നമ്മൾ ഒരു ചെറിയ മതിലുണ്ട്, ആ മതില് ചാടി, അത് പൊട്ടിക്കിടക്കുമായിരുന്നു ആ സമയത്ത്, ചാടേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ അതിൽ കൂടെ പോയി ഗേറ്റിന്റെ അതിലെ ഞങ്ങളുടെ മിക്ക ഫോട്ടോസും അവിടെ വെച്ചാ അല്ലേ, മിക്ക ചാട്ടം കണ്ട് ഇപ്പൊ മതില് പൊക്കി കെട്ടി. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു ഓണത്തിന്റെ പഴയ ഫോട്ടോ ആയിരുന്നു, ചന്ദനൊക്കെ തൊട്ടിട്ട് രണ്ടുപേരും. ഇത് ഞങ്ങളുടെ ഒരു വീഡിയോ കോളിന്റെ ഒരു ഫോട്ടോയാണ്. ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചിരുമാതിരി, ഞങ്ങൾ കോളേജിൽ പോകുന്ന സമയമല്ലേ, അപ്പൊ തിന്നാനൊക്കെ ഇടയ്ക്ക് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്തല്ലെന്നുണ്ടെങ്കിൽ തിന്നത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വണ്ണക്കുറവായിരുന്നു. എനിക്ക് ആ സമയത്ത് വണ്ണം ഇല്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു. എനിക്ക് 35 കിലോ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അത്രയും കഴിഞ്ഞിട്ട് ഇപ്പൊ 45. പക്ഷെ അന്ന് എന്നെക്കാട്ടും വണ്ണം അവനായിരുന്നു കേട്ടോ. ഇതും നമ്മുടെ ആ ഗേറ്റിന്റെ അവിടെ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. ഇതിന്റെ സ്റ്റോറിയല്ലോ. ഇത് കണ്ടിട്ട് ഞാൻ പേന മേടിക്കാനാന്ന് പറഞ്ഞു. നമുക്ക് ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ, കൊറോണ കഴിഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് എന്നായിരിക്കും ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് എക്സാം നമുക്ക് ഓൺലൈനായിട്ട്. അപ്പം എക്സാമിന് വേണ്ടി പേന മേടിക്കാനെന്ന് പറഞ്ഞിട്ട് ഇവൻ അച്ഛൻ പെട്ടെന്ന് കടയിൽ പോകുന്ന സമയത്ത് നമ്മൾ പേന മേടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി ചെന്നിട്ട് ഇങ്ങനെ ഇവന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്നു.
ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ അറിയാം അവൻ ബൈക്കിലിരിക്കുന്നു, അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പൊ ആരാണ്ട് ചെന്നിട്ട് ഒരു ചേട്ടൻ ചെന്ന് നമുക്ക് ആരാന്ന് അറിയാം, താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പൊ ആ ചേട്ടൻ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പെട്ടെന്ന് വന്നിട്ട് എന്നെ കൊറേ തല്ലി വന്നിട്ട് ഞങ്ങളെ കണ്ടില്ല, കണ്ടെന്നൊക്കെയാ പറഞ്ഞ അടിച്ചത്. അതെ ഒരുമിച്ച് കണ്ടു, കെട്ടിപ്പിടിച്ച് നിക്കുവായിരുന്നു ഞങ്ങള്. ആ ബൈക്കിൽ അവൻ നിക്കുന്നു, ഞാൻ ബൈക്കിൽ നിക്കുന്നു, സൈഡിൽ നിൽക്കുന്നു. ഞങ്ങള് രണ്ടുപേരും നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചൊരു ഫോട്ടോ എടുത്ത് പോയി. അപ്പൊ അതിന് ഒത്തിരി അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അച്ചാച്ചനെ സങ്കടം വന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീണ്ടും പക്ഷെ അടിച്ചു. അതായിരുന്നു അതിന്റെ ഒരു സ്റ്റോറി. ഇത് ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് തന്നെയാണ്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ആതിര എന്ന പേര്. അവള് എന്തായിരുന്നു മാന്നാറാ വീട്. അപ്പം വീടിന്റെ അപ്പുറത്ത് എന്നെ കാണാൻ വേണ്ടി ഇവൻ വന്നിട്ട് അവിടെ നിന്നെടുത്ത ഫോട്ടോയാണ്. അന്ന് അടി എങ്ങാണ്ടാ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. അടി മാറാൻ വേണ്ടി ഓടി വന്നിട്ട് അവിടെ നിന്ന് കാണുമ്പോ പക്ഷെ അവൻ അടിയൊന്നും പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല, ഫോണിൽ കൂടെയുള്ള അടിയാണ് കൂടുതലും. അവൻ നേരിട്ട് കാണുമ്പോഴാ നീയുണ്ട്, ഞാനുണ്ട്. പക്ഷെ എനിക്കൊന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ക്രൂര. ഫോണില് പാവമാണ് ഇവൻ, പക്ഷെ ഫോണില് ഭയങ്കര സാധനമായിരുന്നു. അപ്പം ഭയങ്കര എന്തോ ടെററായിട്ട് വന്നിട്ട്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഫോട്ടോ ഒക്കെ എടുത്ത് കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിന്റെ തന്നെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇതിന്റെ തന്നെ ഫോട്ടോ നമുക്ക് ഇപ്പൊ കാണിക്കാം, ഇതിനകത്തുണ്ട്. ഇതും സെയിം ടൈം അവിടെ എടുത്തോന്ന് ഞങ്ങൾ ആദ്യമായിട്ട് എന്താ ഇച്ചിരി ഞാൻ പറയാം, മൂന്നാറിന് പോവാനുള്ള പ്ലാനൊക്കെ ഇട്ട് മൂന്നാറിന് പോവാനല്ല, ഇടുക്കി തന്നെ. ഇടുക്കി ജില്ലയിലല്ലേടി മൂന്നാറ്? അല്ല, വാഗമണ്ണി പോവാനല്ലേ. ഇടുക്കിയില് എവിടെ ഇച്ചിരി ദൂരെ പോകാൻ വേണ്ടി. മൂന്നാറ് പോവാനുള്ള പ്ലാനൊക്കെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ ആറന്മുള എത്തിയപ്പോ മുതല് ഒന്നാമത്തെ വാള്, പിന്നെ ഹെയർ പിന്ന് തുടങ്ങി രണ്ടാമത്തെ വാള്, അടുത്ത വാള് മൂന്നാമത്തെ വാള്. പിന്നെ പോന്ന വഴി ഒരു മറ്റേ ഈ പൈൻ കാടുണ്ട്, അതിൽ കയറിയപ്പോഴേ ഇവക്ക് ഫുള്ള് വാള് മയ, എന്നിട്ട് കിടക്കുന്ന കിടപ്പ. അതെ, ഫസ്റ്റ് കാറ് കയറിയപ്പോ തൊട്ട് കിടപ്പ്. തിരിച്ചു വന്നപ്പം കഴിച്ചൊന്നുമില്ല, ഒന്നുമില്ല. പോയി മൂന്നാറ് പോയിട്ട് മൂന്നാറിന്റെ കോട്ടയം ജില്ല പോലും കഴിഞ്ഞില്ല. കോട്ടയം ജില്ലയില് മൂന്നാറ് പോകാനല്ലടാ, എനിക്ക് മൂന്നാറ് നിന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല. മൂന്നാറിന് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? അതിന് പോയില്ലല്ലോ, തിരിച്ച് 4 മണിക്കുള്ളിൽ തിരിച്ചാണ്. അപ്പൊ മൂന്നാറിലാണ് അതാ പറഞ്ഞത്, കോട്ടയം ജില്ല വരെ പോയുള്ളന്ന്. അതെ, അല്ലെങ്കിൽ മൂന്നാറിൽ പോകുന്ന പോസിബിൾ അല്ലല്ലോ. പോവാ വരിക അതിന് പോസിബിളാ. നമ്മള് വൈകുന്നേരം തന്നെ മൂന്നാർ ജില്ലയോ 4 മണി വരെ എങ്ങാണ്ട് സമയമുള്ളൂ. 4 മണിക്കുള്ളിൽ തിരിച്ച് വരാം. അത് വരാൻ പറ്റും, വരാന്നുള്ള പ്ലാൻ ഒക്കെ വരാൻ പറ്റും. മൂന്നാറല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എവിടാ? എനിക്കത് വാഗമണ്ണാണ്. പിന്നെ എവിടോ ജസ്റ്റ് കാണാൻ വേണ്ടി പോയത്. പക്ഷെ നമ്മളെ എങ്ങും കാണാൻ വേണ്ടി ആ സമയത്തൊന്നും പോത്തില്ലായിരുന്നു. ശവമായിട്ട് എന്റെ മടി കിടക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാറിനകത്ത് ഫസ്റ്റ് കയറിയപ്പോഴേ ചൊരുക്കി ഭയങ്കര. ഇത് എന്നെ ട്രെയിനിൽ കൊണ്ടുവിടാൻ വേണ്ടി യദുകൃഷ്ണൻ എന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട്, അതായത് ഞങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, എനിക്ക് അച്ചാച്ചനും അപ്പൂപ്പനും കൂടെ. അത് ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായ അതൊരു ബിഗ് സ്റ്റോറിയാ. ആ സ്റ്റോറി വേണ്ടവർ താഴെ കമന്റ് ചെയ്യൂ ഗൈസ്. അപ്പൊ അതൊരു ഭയങ്കര ട്രാജഡി സ്റ്റോറിയാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ട്രെയിനിലായിരുന്നു പോകുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ യദുകൃഷ്ണന്റെ കൂടെ വരും, ഒറ്റയ്ക്ക് വിടത്തില്ല, ഭയങ്കര കെയറിങ് ഏട്ടായിരുന്നു. ബാക്കി എപ്പോഴും ബസ്സിൽ വരും, അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ വരുമായിരുന്നു. ബസ് പകുതി വരെ വരും, എന്നിട്ട് ഇവൻ വരുമായിരുന്നു, ബൈക്കിൽ കൊണ്ടുവരുമായിരുന്നു. ഒറ്റയ്ക്ക് വിടത്തില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഞാനെങ്ങാണ്ട് ഒരു തവണ എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. ഇതുപോലെ റോഡ് സൈഡ് എന്നിട്ടുള്ള ഫോട്ടോയാണ്. റോഡ് സൈഡല്ല, നമുക്ക് അപ്പുറത്തെ വീടിന്റെ അവിടെ വെച്ചിട്ടുള്ള അപ്പുറത്തെ വീടിന്റെ ഫ്രണ്ട് വശത്തുള്ള ഫോട്ടോ. ഞാൻ ബാക്കിലൊന്നുമല്ല, ഫ്രണ്ട് വശത്തുള്ള ഫോട്ടോ. ഇത് അഖിലയുടെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ നമ്മുടെ കഴിഞ്ഞ കുടവ് കൊടുക്കൽ വ്ലോഗിനകത്തെ അഖിലയുടെ കല്യാണത്തിന് ഞങ്ങൾ രണ്ടുപേരും. അന്ന് എൻ്റെ അച്ചാച്ചനും അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അച്ചാച്ചനും അമ്മ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇവൻ വരത്തില്ല. അച്ചാച്ചനും അമ്മയും അപ്പൂപ്പന് ഇതുപോലെ ആക്സിഡന്റ് പറ്റിയിട്ട് കാലിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ പോയിക്കുമായിരുന്നു. അവർക്ക് വരാൻ പറ്റിയില്ല.
അല്ല ഒരു കൂട്ടത്തിൽ വേണമല്ലോ ബൈസ്റ്റാൻഡർ. അപ്പൊ അങ്ങനെ യദുകൃഷ്ണ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കല്യാണമായിരുന്നത്. നല്ലതായിരുന്നു. പക്ഷെ അല്ലേ എനിക്ക് കൊറേ ഫോട്ടോ ഒക്കെ ഇവൻ എടുത്തു തന്നു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എന്റെ തോളത്ത് കിടക്കുന്നത് ക്യാമറ, എന്റെ പഴയ ക്യാമറ. അതെ, യദുകൃഷ്ണ ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പെമ്പിള്ളാറ് മാത്രം. എന്നിട്ട് ഇത് ബസ്സില് ഞാൻ എവിടെ പോയിട്ട് തിരിച്ചു വന്ന ഇത് ഞാൻ പറയാം. ഇത് അടൂര് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ബസ് കല്ലിശ്ശേരി ജംഗ്ഷനിൽ ഇറങ്ങുന്ന സമയത്ത് യദുകൃഷ്ണ വന്ന ഫോട്ടോ എടുത്തതാണ്. ആ സമയത്ത് 5 മിനിറ്റ് സമയമുള്ളൂ. അതിനുള്ളിൽ രാജിക്കാർ പെട്ടെന്ന് വരും, എന്നെ വിളിക്കാൻ വരും. അതിനുള്ളിൽ എടുത്ത ഫോട്ടോ. ഇതും ഓണ സമയത്ത്, ആ സമയത്തെ ഓണ സമയത്ത് ആണെന്ന് തോന്നല്ലേ? ആണെന്ന് തോന്നുന്നു. ഓണ സമയത്ത് എടുത്ത ഫോട്ടോ. സമയത്ത് എനിക്ക് ഇവിടെ എല്ലാം കുരുവാ, മൊത്തം കുരുവാ എന്റെ മുഖത്ത്. മറ്റേ എന്താ, ഞാനൊരു വ്ലോഗറിന്റെ പേര് പറയുന്നില്ല, ഒരു എന്താ ബ്യൂട്ടി വ്ലോഗർ, എനിക്ക് നന്നായിട്ട് രോമമുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ വാക്സ് ചെയ്യാൻ ഫസ്റ്റ് ആയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. ചീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇത് എത്ര നേരം എടുക്കണം, എത്ര മിനിറ്റ് എടുക്കണം എന്നൊന്നും ആ ചേച്ചി അതിനകത്ത് പറയുന്നില്ലായിരുന്നു. ഞാനിതിട്ട് നിന്നിട്ട് ഒരു മണിക്കൂർ എങ്ങാണ്ട് ഇതും വെച്ചോണ്ട് നിന്നു. ഇത് ഭയങ്കരമായിട്ട് ഫേസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെ ഞാൻ സോപ്പിന്റെ മറ്റേങ്ങനെ പാത്രം കഴുകുന്ന സാധനമൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയിട്ടാണ് മുഖത്തെ സാധനം പോയത്. അങ്ങനെ കുരു പിറ്റേ ദിവസം തൊട്ട് ഭയങ്കരമായിട്ട് മുഖത്ത് കുരുവായിട്ട് മുഖം അതിങ്ങനെ മൊത്തം നല്ല രസമായിരുന്നു. പക്ഷെ ഇവൻ അതാ ഇഷ്ടം അല്ലേ? ഇവൻ അതാ ഇഷ്ടം. പക്ഷെ ഭയങ്കര കുരുവായിരുന്നു ആ സമയത്ത്. എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു ഈ സമയത്ത്, ഭയങ്കര കുരുവൊക്കെ. അതങ്ങനെ പിന്നെ ആ കുരുവൊക്കെ മാറ്റിയെടുക്കാൻ ഞാൻ പെട്ട പാട്. ഇത് എവിടെയാടി? പാർക്കാന്ന് തോന്നല്ലേ ഇവിടെ? പാണ്ടനാട് പാർക്ക്. പാണ്ടനാട് പാർക്കാണ്. പാണ്ടനാട് പാർക്കില് അവിടെ എല്ലാരും പോകുന്ന ഉമ്മയൊക്കെ കൊടുക്കാനാണ്. പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് ഉമ്മയൊന്നും കൊടുത്തിട്ടേ. ഞങ്ങള് സമയം പോകാനായിട്ട് കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണ്. ഞങ്ങള് ബസ്സിലും അവിടെ പോയിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കും. ചോറൊക്കെ എടുത്ത് കഴിക്കും. എന്നിട്ട് വെള്ളം കുടിക്കും, ഐസ്ക്രീം കഴിച്ചവിടെ. ഇവള് ചിലപ്പോ എവിടെയെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങുമ്പോ ഞങ്ങള് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോവും, ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് തിരുവല്ലയിൽ വരും, തിരുവല്ലയിൽ നിന്ന് പിന്നെ വേണം ആലപ്പുഴ. അങ്ങനെ ഒരു ഫോട്ടോയാണ് ഇത്. ഞങ്ങൾ തിരുവമണ്ട ഒരു അമ്പലമാണ്, തിരുവമണ്ട അമ്പലത്തിൽ തൊഴാൻ പോയതല്ല, ഫോട്ടോ എടുക്കാൻ പോയതാ. കാണാൻ പോയതാ. നമ്മുടെ മിക്കവാറും കാണല് അപ്പം അമ്പലത്തിൽ വെച്ചിട്ട് കാണുമായിരുന്നു. അന്നും അഖില ഉണ്ടായിരുന്നു. അഖില ഫോട്ടോ എടുത്തതാണ്. ഇതാണ് ഞങ്ങൾ ആലപ്പുഴയിൽ പോയെന്ന് പറയുന്നത് ഗൈസ്. ആലപ്പുഴയിൽ ഞങ്ങൾ ഒരു തവണ കൊറോണയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് കാണുവാണ്. ഇതാണ് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഇത് ആലപ്പുഴയല്ല, കോട്ടയം. ഇത് ആലപ്പുഴ, കോട്ടയം. കോട്ടയം, ചെങ്ങന്നൂർ, കോട്ടയം ബസ്സിലാണ്. അപ്പൊ അത് ട്രാവൽ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണ്. ഫസ്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ രണ്ടാമത്തെ ദിവസം പിന്നെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒന്നുകൂടെ കണ്ടാലോ എന്ന്. അങ്ങനെ രണ്ടാമത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ചേട്ടൻ ഞങ്ങൾ എന്തെടുത്തു, യദുകൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് എന്റെ ഫോട്ടോ ഇങ്ങനെ സ്റ്റോറി ഇട്ടു, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നത്. അതെന്റെ ചേട്ടൻ കണ്ടു. ചേട്ടൻ്റെ വീട്ടിൽ പറഞ്ഞു കൊടുത്തു. അച്ഛൻ ഞങ്ങൾ ആര്യാസില് ദോശ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാനല്ല, ഇവൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ ഫസ്റ്റ് വായ ഇങ്ങനെ എടുത്ത് വെക്കാൻ നേരത്ത് അച്ഛൻ വിളിച്ചിട്ട് വന്നു, എവിടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കട്ട് ചെയ്തപ്പോ ഇങ്ങനെ മനസ്സിലായി. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോയി. ഞങ്ങൾ തിരുവല്ല വന്ന് കുറച്ചേരം ഇരുന്നു, കണ്ണും കണ്ണൊക്കെ നോക്കി. അടിച്ചില്ല, വഴക്കൊന്നും പിണ്ടിയില്ല. എനിക്ക് അടിക്കുന്നതിനെക്കാട്ടും പ്രശ്നമൊന്നും മിണ്ടാത്ത, അടിയൊക്കെ ഫസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഇത് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കറങ്ങിയിട്ടുള്ള സ്ഥലമാണ് ട്രിവാൻഡ്രം. അവിടെ ഞങ്ങൾ സൂവിലാണ്. യദുകൃഷ്ണൻ ഫസ്റ്റ് ആയിട്ട് സൂ കൊണ്ട് കാണിക്കുന്നത് ഞാൻ. സൂവിലൊന്നും പോവാൻ എനിക്ക് താല്പര്യം. പക്ഷെ സൂവിലൊക്കെ കൊണ്ട് കാണിക്കുന്നത് ഞാനാണ്. ഇത് നമ്മുടെ ഒരു വീഡിയോ ആണ്, നമ്മൾ കോളേജിൽ പോകുന്നത്. Close your eyes. Take a deep breath. അന്ന് ട്രെയിനിലും ബസ്സില്ല, ഇവളുടെ കൂടെ ട്രെയിനിന് ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഞാൻ ബസ്സിന് ഞാൻ വരുന്നത്. അങ്ങനെ എന്തുവാ
ആ, അറിഞ്ഞൂടാ. അങ്ങനെ എന്നിട്ട് തിരിച്ച് അന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പെൺപിള്ളേരുണ്ടായിരുന്നു. അറ്റ വായരൊക്കെ കൊടുത്തു യദുകൃഷ്ണയ്ക്ക്. ആ തെണ്ടി എന്നെ ചതിച്ച്. അവളെന്തോ മറ്റേ കക്കാറച്ചിയാണ്. കക്കയിറച്ചിയൊക്കെ ഇട്ട് എനിക്ക് വാരി ഞാൻ തന്നു. ഓ കക്കാറച്ചി മൈ തിന്നത്തില്ല. ഗോഡ്, അൺബിലീവബിൾ. ഞാൻ തിന്നാത്ത സാധനം. ഇത് ഞങ്ങൾ ചങ്ങനാശ്ശേരി പാർക്ക്. ചങ്ങനാശ്ശേരി പാർക്കാണ്. ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നത് അവിടെയാണ് ഗായ്സ്. ഞങ്ങൾ അവിടത്തെ പുറത്ത് പോകാൻ നേരത്ത് എന്താ ഫസ്റ്റ് ആയിട്ട് പുറത്ത് പോകുന്നല്ലേ, ഫസ്റ്റ് ആയിട്ട് ചങ്ങനാശ്ശേരി റൂട്ട് പോകുന്നത്. അന്ന് പുറത്ത് പോകുന്നത് ചങ്ങനാശ്ശേരിയിലോട്ടാ. ആണോ? അല്ല, അതായത് ഇച്ചിരി ദൂരത്ത് പോകുന്നത് ആണ്. എന്നിട്ട് സംഭവം എന്താ പറയാ, ഞാനിങ്ങനെ ബസ് കയറി ഞാനിങ്ങനെ നോക്കിയപ്പോ എന്റെ ചേട്ടൻ വെളിയിൽ നിൽക്കുന്നു. ഞാൻ കൈപൊക്കി കാണിച്ചു അവനെ, ടാറ്റ കാണിച്ചു ഞാൻ അവനെ. അപ്പൊ അവൻ എന്നെ കണ്ടു കല്ലിശ്ശേരി വെച്ച്. അങ്ങനെ ഞങ്ങൾ ടാറ്റ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് തിരിച്ച് ചങ്ങനാശ്ശേരി പോയി കഴിഞ്ഞപ്പോ അവൻ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, നീ തിരിച്ച് വീട്ടിൽ വാ, നിനക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ സന്തോഷം വീട്ടിൽ ചെല്ലുമ്പോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറച്ചു സംസാരിച്ച് ഞങ്ങൾ ഷേക്ക് കുടിച്ചു, തിരിച്ച് വീട്ടിൽ വന്നു. ഇഷ്ടംപോലെ കൊണ്ട് ഇഷ്ടംപോലെ ട്യൂബൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട്. ട്യൂബ് എന്തോ വലിയൊരു സാധനം അടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഭയങ്കര ഉപദേശം, മോനെ എന്താ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്. എന്നിട്ട് ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ അടുത്തടുത്ത് പോകരുത്, വേറെ ഇച്ചിരി ദൂരോട്ട് മാറിയൊക്കെ പോവാം എന്നുള്ള ഉപദേശമൊക്കെ എന്റെ ചേട്ടൻ തോന്നുന്നു. അങ്ങനെ അങ്ങനെ ഒരു ഫോട്ടോ. ഇത് ഞങ്ങൾ പരിമലപ്പള്ളിയിൽ പോകാൻ വേണ്ടി യദുകൃഷ്ണൻ ആക്സിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ പരിമലപ്പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ യദുകൃഷ്ണൻ അഖിലും കൂടെ പോയപ്പം തിരിച്ചു വന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളാണ് SCHS പാണ്ടനാട്. കുറെ മെമ്മറീസും കുറെ നല്ല നല്ല മൊമെന്റ്സും ഒക്കെ ഉള്ള ഒരു സ്കൂളാണ്. ആ സമയത്ത് ഞങ്ങളുടെ റിലേഷൻ അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പല രണ്ട് മെമ്മറീസ് ആണ്. എനിക്ക് ഒത്തിരി മെമ്മറീസ് ഉണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ കൂട്ടുകാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്കൂളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. +1 +2 ഒക്കെ മാറുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്കൂളാണ് അത്. സത്യം പറഞ്ഞാൽ നമ്മളുള്ള സമയത്ത് സ്കൂൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളെടുത്ത ഫോട്ടോ ആണ്. ഞങ്ങളുടെ കുറെ നല്ല ഫോട്ടോസ് ഉണ്ട് അന്നത്തെ തന്നെ. ഇനിയും കുറെ ഫോട്ടോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ഇതിന്റെ ഇനി റിയാക്ഷൻ വേണമെന്ന് പറഞ്ഞു. ഇനി കുറെ ക്രിഞ്ച് ഫോട്ടോസ് ആണ് ബാക്കിയുള്ളത്. അതെ, ഇനി നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോസിന്റെ റിയാക്ഷൻ വേണമെങ്കിൽ ഇതിന്റെ ഇതുപോലെ ഇരിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ളതാണെ പൊളിക്കും. അതെ, എന്റെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, എന്റെ ഉണ്ട്. നിന്റേലും എന്റേലുണ്ട് ഇഷ്ടം പോലെ. എന്നാലും ജ്യോതികാജയുടെ മാത്രമായിട്ടുള്ള റിയാക്ഷൻ ചെയ്യേണ്ടി വരും. യദുകൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ എന്റെ മെമ്മറി കാർഡിൽ നിന്ന് കളഞ്ഞു പോയതാണ്. എന്നാലും ഞാൻ ഒപ്പിക്കും ഗൈസ്. അപ്പൊ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ എല്ലാ വീഡിയോസും ഈ ഫോട്ടോസ് ഒക്കെ തപ്പുന്ന സമയത്ത് നമ്മളും എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ. നമ്മൾ നൊസ്റ്റാൾജി അടിച്ചാൽ നമ്മള് ഭയങ്കര നെഗിലേക്ക് പോകും. അതുകൊണ്ട് ഓക്കെ, ടാറ്റ, ബൈ ബൈ.